ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി FDCAയുടെ ആഭിമുഖ്യത്തിലുള്ള ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ ലെക്ചർ ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിക്കുന്നതിന് FDCA കേരള ചാപ്റ്റർ സെക്രട്ടറി ശ്രീ TK ഹുസൈൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റിയുടെ അഭിവാദ്യങ്ങളും ഊഷ്മളമായ ആശംസകളും അറിയിക്കുകയാണ്. സഹസ്രാബ്ദങ്ങളായി ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്നത് സഹിഷ്ണുത, വിവിധ അഭിപ്രായങ്ങൾ മാനിക്കാനുള്ള സ്വാതന്ത്ര്യം, സൗഹൃദം ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതുകൊണ്ടായിരുന്നു ലോക ജനത സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയുടെ ഖ്യാതിയെ കുറിച്ച് പറയാറുള്ളത്. പക്ഷേ ഈ സംസ്കൃതിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഇടനെഞ്ചിൽ ആദ്യമായി ആണ്ടുറങ്ങിയ കഠാരയാണ് ഗാന്ധിവധത്തോടുകൂടി അരങ്ങേറിയത്. പിന്നീട് 1992 ഡിസംബർ 6 മതേതരത്വത്തിന്റെയും മതനിരപേക്ഷതയുടെയും പ്രതീകമായ ബാബരി മസ്ജിദിന്റെ പതനം നമ്മുടെ നഗ്നമായ ദൃഷ്ടികൾ കൊണ്ട് കണ്ടു കഴിഞ്ഞതാണ്. അത് ഇന്ത്യയുടെ രണ്ടാമത്തെ കറുത്ത ദിനമായിട്ടാണ് നാം മനസ്സിലാക്കപ്പെടുന്നത്. ഇന്ത്യൻ മതേതരത്വത്തിന്റെ കറുത്ത ദിനമായി. ഇങ്ങനെ ബാബരി മസ്ജിദിന്റെ പതനത്തെ തുടർന്ന് ഭയചകിതമായ സാഹചര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ കലുഷിതമായ സാഹചര്യങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വഴിയിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപാധ്യക്ഷൻ ഷഫി മുനീസ് സാഹിബ് 1993 ജൂലൈ 11 ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ സാമൂഹ്യ സാംസ്കാരിക മത നിയമ പത്രപ്രവർത്തന മേഖലയിലെ വിഖ്യാതരായ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ജസ്റ്റിസുമാരായ VM താർക്കുണ്ടെ, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് നരൂല, അഡ്വക്കേറ്റുമാരായ സോളി ജെ സൊറാബ്ജി, അഡ്വക്കേറ്റ് ഗാർഗ്, പത്രപ്രവർത്തകനായ കുൽദീപ് നെയ്യാർ, മുച്ചുക്കുൻ ദുബെ, അടുത്ത കാലത്ത് നമ്മോട് വിട്ടുപിരിഞ്ഞ സ്വാമി അഗ്നിവേശ് അടക്കമുള്ള ആളുകളുടെ ഒരു ദേശീയ കൗൺസിൽ രൂപീകരിക്കുകയുണ്ടായി. അങ്ങനെ രൂപീകരിച്ച ആ സംവിധാനത്തിനാണ് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി എന്ന് പറയുന്നത്. നിയമ, സാംസ്കാരിക, മാധ്യമ, മനുഷ്യ അവകാശ, നീതിന്യായ മേഖലയിലെ പ്രമുഖരെ ചേർത്തുകൊണ്ട് കേരളത്തിന്റെ അതിന്റെ ചാപ്റ്റർ രൂപീകരിക്കുകയുണ്ടായി. അതിന്റെ ചെയർമാനായിട്ട് പരിണിതപ്രജ്ഞനായ VR കൃഷ്ണയ്യർ അവറുകളെയാണ്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അവറുകളെയാണ് നാം തിരഞ്ഞെടുക്കപ്പെട്ട് മുതൽ 2004 അദ്ദേഹത്തിന്റെ ദേഹവിയോഗം സംഭവിക്കുന്നതുവരെ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ജ്വലിച്ചു നിന്ന ഒരു മനുഷ്യാവകാശ പ്രസ്ഥാനമാണ് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി എന്നുള്ളത് നാം കേരളം കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ്. കണ്ണൂരിൽ, അതുപോലെ തന്നെ കോഴിക്കോട് പ്രദേശങ്ങളിൽ, മാറാട്, മുത്തങ്ങയിൽ, ഇങ്ങനെ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വളരെ സജീവമായി ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി ഇടപെടുകയും അതിൻ്റെതായിട്ടുള്ള ചില നല്ല സൂചനകൾ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. കൃഷ്ണയ്യർ അവരുടെ ദേഹവിയോഗത്തിനു ശേഷം ബഹുമാന്യനായ ജസ്റ്റിസ് K സുകുമാരൻ അവറുകളാണ് ഇതിന്റെ അധ്യക്ഷ പദവിയിൽ എത്തപ്പെട്ടിട്ടുള്ളത്. ഈ അധ്യക്ഷ പദവിയിൽ എത്തിയിട്ടുള്ള ജസ്റ്റിസ് സുകുമാരൻ അവർകൾ നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യോഗം സംഘടിപ്പിക്കുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ
അനുസ്മരണ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നാം സംഘടിപ്പിച്ചു വരുന്ന സീരീസിന്റെ ഭാഗമായിട്ട് ഇന്ന് നാം സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ബഹുസ്വരത, ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ബഹുസ്വരതയെക്കുറിച്ചും അത് നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും രണ്ട് പ്രഭാഷണങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന് വിഖ്യാതനായ ഡോക്ടർ ശശി തരൂർ MP അവർകൾ. അദ്ദേഹമാണ് ബഹുസ്വരത ഇന്ത്യൻ ചരിത്രത്തിൽ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികൾ എന്നത് വിഖ്യാത മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവർകളാണ് നമ്മെ ആ വിഷയവുമായി അഭിമുഖീകരിക്കുന്നത്. അതോടൊപ്പം ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റിയുടെ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ സാഹിബ് നമ്മോട് അഭിമുഖീകരിക്കുന്നുമുണ്ട്. ഇതിൽ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ അവർകൾ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് ബന്ധപ്പെടുന്നുണ്ട്. ഈ എല്ലാ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ FDCAക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ കൃഷ്ണ ഇയർ മെമ്മോറിയൽ ലെക്ചറിന്റെ ഈ പരിപാടിയിലേക്ക് ബഹുമുഖ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവിധ ജനസമൂഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് പ്രഭാഷണം നിർവഹിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്തുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പല വ്യക്തികളുടെയും കൂട്ടത്തിൽ അടുത്ത കാലത്തായി പല ആളുകളും നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. ജസ്റ്റിസ് PM താർക്കുണ്ടെ മുതൽ ജസ്റ്റിസ് കൃഷ്ണ ഇയർ വരെ, അതോടൊപ്പം തന്നെ വിഖ്യാത പത്രപ്രവർത്തകനായിട്ടുള്ള പിന്നെ കുൽദീപ് നയ്യാർ വരെ നമ്മോട് വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായി കഴിഞ്ഞ മാസം ആര്യ സമാജത്തിന്റെ നേതാവായിട്ടുള്ള സ്വാമി അഗ്നിവേശ് അവർകളും നമ്മെ വിട്ടുപിരിയുകയാണ്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് വളരെ സജീവമായി പല പരിപാടികളും പങ്കെടുത്തത് ഞാനിവിടെ ഓർക്കുന്നു. അദ്ദേഹത്തെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള അനുഭവവും ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണക്ക് മുമ്പിൽ ഞാൻ അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഏറ്റവും ഹൃദ്യമധുരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിട. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. വളരെ നന്ദി ശ്രീ TK ഹുസൈൻ. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതിന് FDCA കേരള ചാപ്റ്ററിന്റെ ബഹുമാന്യായ ചെയർമാൻ ജസ്റ്റിസ് K സുകുമാരൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വലിയ സംസ്കാരത്തിന്റെ ഉടമയാണ് നമ്മുടെ രാജ്യം. വിവിധ ഭാഷകളും വിവിധ വിശ്വാസങ്ങളും ഉള്ള സംസ്കാര സമ്പന്നരായ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവരുടെയെല്ലാം സാമാന്യമായ സാംസ്കാരിക ഉത്കർഷം പ്രതിഫലിപ്പിക്കുന്നതാണ് ജീവിതവും ഭരണവും. അങ്ങനെ ആയിരിക്കുകയും വേണം. സഹിഷ്ണുത എന്ന പരമവിശിഷ്ടമായ ഗുണം ഭാരതീയരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ടും ഇന്നും ഭാരതവും ഭാരതീയ സംസ്കാരവും ലോകത്തിന് തന്നെ മാതൃകയാവുന്നത്. ഈ ഒരു സംസ്കാര സവിശേഷത കാത്തു സൂക്ഷിക്കേണ്ടത് എല്ലാ നല്ലവരുടെയും കടമയാണ്. സമീപകാലത്ത്
ചില വിഷമതകൾ അനുഭവപ്പെടുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിച്ച, സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹാവ്യക്തിയാണ് മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് എൻ്റെ ജീവചരിത്രം എന്ന വാക്യം ശ്രദ്ധേയമാണ്. അത് ശരിയാണ് താനും. മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ജീവൻ തന്നെ ത്യജിച്ചത്. ആ മാതൃക മറ്റിടങ്ങളിൽ അധികം കാണാൻ പറ്റുകയില്ല. എപ്പോഴും മറ്റൊരു വശം കാണുന്നതിന് അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്വന്തം അഭിഭാഷക ജീവിതത്തെ പോലും ഉദാഹരണമാക്കി അദ്ദേഹം നിരീക്ഷിച്ചത്. എൻ്റെ ജീവിതമാണ് എൻ്റെ കഥ. ആ കഥയിൽ എത്രയോ ത്യാഗങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച രാജ്യത്തിന് വേണ്ടിയിട്ടും ജനിച്ച സമൂഹത്തിന് വേണ്ടിയിട്ടും മതത്തിന് വേണ്ടിയിട്ടും മാത്രമല്ല അദ്ദേഹം ജീവിതം മുഴുവനും ഒഴിഞ്ഞു വച്ചിരുന്നത്. മറ്റു വിശ്വാസങ്ങളെയും മറ്റു ആചാരങ്ങളെയും ഒക്കെ ഏറ്റവും അധികം മാനിച്ചിരുന്ന മഹാവ്യക്തിയാണ് മഹാത്മാഗാന്ധി. സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും മറ്റുള്ള ഒരു മനുഷ്യന്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അദ്ദേഹത്തിന് വലിയ ബഹുമാനം ഉണ്ടായിരുന്നു, പ്രദർശിപ്പിച്ചിരുന്നു. ഈ ഒരു സവിശേഷത മനസ്സിലാക്കാൻ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഇപ്പോൾ എന്നെനിക്ക് തോന്നുന്നു. മതത്തിന്റെയോ ആചാരങ്ങളുടെയോ സ്വാതന്ത്ര്യ ദാഹത്തിന്റെയോ കാര്യത്തിൽ മാത്രമല്ല അദ്ദേഹം ഉയർന്നു നിൽക്കുന്നത്, മറ്റു കാര്യങ്ങളിലും ഉണ്ട്. സാമൂഹ്യ കാര്യങ്ങളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ശ്രദ്ധയാണ് അംബേദ്കറെയോ ആയി അദ്ദേഹം ആദ്യം മത്സരിക്കാനും പിന്നീട് സഹകരിക്കാനും പിന്നീട് ഇന്ത്യയുടെ ഭരണഘടന തന്നെ നിർമ്മിക്കാനുള്ള ഒരു അധികാരിയായി അംബേദ്കറെ നിർദ്ദേശിക്കാനും ഇടയായത്. ഇത് വലിയൊരു ചെറിയ നേട്ടമല്ല. നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സമഗ്ര പുരോഗതിയും സമാധാനവും സൗഹാർദ്ദവും സഹിഷ്ണുതയുമാണ്. സഹിഷ്ണുത പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണിതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. ഇതുപോലെയുള്ള ദിനങ്ങൾ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ നമ്മളെ സഹായിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റു രംഗങ്ങളിലും മഹാത്മാഗാന്ധി നൽകിയ സംഭാവനകൾ അമൂല്യങ്ങളാണ്. ഇന്ത്യ പോലെ ഒരു വിവിധ സംസ്കാരങ്ങളും ഭാഷകളും ആചാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ രാജ്യത്ത് ഇതിന് പ്രത്യേകിച്ചും പ്രാധാന്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ദിനം ഓർക്കുമ്പോൾ നമ്മുടെ ദിനചര്യകളും അതോടൊത്ത് ശുദ്ധമാവുകയും നന്നാവുകയും ചെയ്യും എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇതിനെപ്പറ്റിയുള്ള പരിചിന്തനം അത്യന്തം ആവശ്യമായ ഒന്നാണ്. ഇതിനേക്കാൾ ധന്യമായ മറ്റൊരു മുഹൂർത്തം ആ സത്കർമ്മത്തിന് കാണാൻ കഴിയുകയില്ല. ഇതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുന്നതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. നന്ദി ജസ്റ്റിസ് കെ സുകുമാരൻ സാർ. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ ലെക്ചർ ആരംഭിക്കുകയാണ്. ഇന്ത്യ ചരിത്രത്തിലെ ബഹുസ്വരത എന്ന വിഷയത്തിൽ ബഹുമാന്യായ ഡോക്ടർ ശശി തരൂർ MP നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Good evening, Namaskaram. This is Shashi Tharoor, and I'm honored that the Forum for Democracy and Communal Amity in Kozhikode have given me the great honor of delivering this year's Justice VR Krishna Iyer Memorial Lecture. And they have done so, of course, on a year when none of us can meet in person. I hope that this attempt at a virtual lecture will serve the purpose in the memory of the great Justice Krishna Iyer. I had the great pleasure and honor of
of knowing him. I felicitated him, I remember, as chief guest for a celebration in Delhi on his 95th birthday. And it's a matter of great honor that you have chosen to have an online seminar on the topic of India's pluralism, both to honor his memory and to commemorate and celebrate the occasion of Gandhi Jayanti. For me, I have often felt that when we look back on the fact that just a couple of months ago, we celebrated the 73rd anniversary of India's independence, that's where the roots of India's pluralism were most celebrated, because at midnight on August 15th, 1947, as independent India was born, Jawaharlal Nehru proclaimed a tryst with destiny, a moment which comes but rarely in history, when we pass from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. With these words, he launched India on a remarkable experiment in governance. Remarkable because it was happening at all. India, Winston Churchill once barked, is merely a geographical expression. It is no more a single country than the equator. But Churchill was rarely right about India. But it's true that no other country in the world embraces the extraordinary mixture of ethnic groups, the profusion of mutually incomprehensible languages, the varieties of topography and climate, the diversity of religions and cultural practices, and the range of levels of economic development that India does. I've often said that any truism about India can be immediately contradicted by another truism about India. In fact, the old joke is anything you can say about India, the opposite is also true. Our country's national motto, emblazoned on its governmental crest, is Satyameva Jayate, truth alone triumphs. The question remains, however, whose truth? It is a question to which there are at least 1.3 billion answers if the last census hasn't undercounted us again. But India's pluralism is not rooted only in numbers. I have long argued that the singular thing about India is that you can only speak of it in the plural. There are, in the hackneyed phrase, many Indias. Everything exists in countless variants. There is no single standard, no fixed stereotype, no one way. And this pluralism is acknowledged in the way India arranges its own affairs. All groups, faiths, tastes, and ideologies survive and contend for their place in the sun. At a time when most developing countries opted for authoritarian models of government to promote nation building and to direct development, India chose to be a multi-party democracy. And despite many stresses and strains, despite the emergency, despite the present government, a multi-party democracy, freewheeling, rumbustious, corrupt and inefficient perhaps, but nonetheless flourishing, India has remained. But the fact is, of course, that for India to be pluralist, it had to go back very deep into its own history. India remarkably welcomed and served as a home for people of every ethnic identity and every religious group. It is said in Kerala, as many of you know, that not only did we have an ancient civilization that traded with other ancient civilizations, but that when the Jewish people encountered persecution with the destruction of their first temple by the Babylonians, and then later with the destruction of their second temple by the Romans, that they came flocking to seek refuge in Kerala, where they were admitted freely, given the right to settle down and to practice their faith in peace. And it is said that when St. Thomas the Apostle, doubting Thomas of the Christian Bible, landed on the shores of Kerala in 52 AD to preach his new faith, he was actually welcomed on shore by a flute-playing Jewish girl. Islam came to Kerala peacefully through traders and missionaries who had long been crossing the benign waters of the Arabian Sea to trade with Kerala, and they brought with them the news of the Prophet and his new faith. And as you know, that so inspired a local monarch, Chairman Perumal, that he took a ship and went off to Mecca to meet this new prophet. And though he perished in the journey, never returned to Kerala, the fruits of his labors can be found even today, south of Muscat in Oman, in coconut trees
from Kerala, whose seeds he had taken with him and which he has planted and which are not native to the Arabian Peninsula. As a result, as we all know, the oldest mosque outside the Arabian Peninsula is in Kerala, in Communal, and a mosque which itself has signs of the ancient place of worship that it was, sporting even to this day a gigantic lamp, unknown in the birthplace of the Islamic faith. And we also know that there in Kozhikode, where you're all perhaps headquartered, the famous Zamorin actually insisted that one son of every fisherman's family be brought up as a Muslim, because he was so impressed by the seafaring abilities of the Kunjali Marikars that he was convinced only Muslims could sail properly. And so he had an all-Muslim navy. And every fisherman's family had to bring up one son as a Muslim to man his navy. These are the kinds of stories. The Parsis arriving in Gujarat and being told by the local king that there was no room for them. They came in a flotilla of ships fleeing persecution in Persia. And because they had no language in common with the locals, the king sent an envoy to stop the ships disembarking. And they told the captain of the Parsi fleet that there was no room for them by taking a glass of water and dropping a stone in it. So into the tumbler, or the full tumbler of water, a stone is dropped, the water overflows. And the message was, if you come in like this water overflowing, you will overflow. And the Parsi captain said, wait a minute, again, no language in common. So he summoned a tumbler of milk, and into that tumbler of milk, he stirred in a spoon of sugar to show that his people would only sweeten the existing milk of the land. They would not let it overflow. And when the envoy went back to the king and told the story, he was so impressed that he welcomed the Parsis to come and settle in his kingdom to practice their faith. And they in turn honored the Gujarati king by speaking the Gujarati language, adopting Gujarati customs. And that's the story of how the Parsis came to India. This pluralism is therefore deep-rooted in Indian culture. And of course, the fact is that India's liberal, inclusive, and just constitution, based unambiguously on the principles of civic nationalism, has been the bedrock of our society, of our state, and it enshrines pluralism. A guiding document that historically secured the inalienable rights of all Indians, established over centuries, and centuries for everybody. I'm accused often of using big words, or one big word I'll use was not used by me first, but by Nehru, who talked about India as a palimpsest. What is a palimpsest? Imagine that I come and write on the wall, and you come and write on top of what I've written without erasing what I've written. And then she comes and writes on top of what you have written, which is on top of what I've written. And they all remain on the wall. What remains on the wall is a palimpsest. And that is India. As each successive group, each religious group, each custom, each regional group, each caste group has come and written on top of everyone else. And throughout, we have created the pluralist palimpsest of India. And the Constitution reflects this pluralism. It has consolidated and distilled the best of our democratic values, the ideals for which our forefathers gave their lives at the height of our nationalist struggle. And it has served to liberate the collective aspirations of the Indian people. For 70 years now, the Constitution has served as a reminder that our country was always greater than the sum of our differences, and that our diversity of thought, expression, and ideology was historically, and today still can be, our greatest strength. The Constitution allowed Indians to create their individual political identity and thus collectively to fashion the nation's destiny. But as Dr. Ambedkar, the architect of the Constitution, presciently warned, a Constitution is only as good as those who work it. That is where, sadly, India seems today to be falling short of the ideals it has enshrined throughout its pluralist history. The alternative Hindutva vision of the Bharatiya Janata Party, the Hindu nationalist vision as they would see it, has fundamentally threatened the assumptions of India's pluralism and India's constitutional civic nationalism. Its return to power at the helm of government last year and the breathtaking speed with which it has subsequently introduced and cleared far-reaching legislation, ranging from the RTI Amendment Act to gut the independence of the Right to Information Commissioners, the Unlawful Activities Prevention Act, to assume sweeping powers of arrest and detention, the
the abrogation of Article 370, which had guaranteed autonomy to the state of Jammu and Kashmir, and the Citizenship Amendment Act, which for the first time introduced a religious test for Indian citizenship by fast-tracking citizenship for refugees from neighboring countries, provided they are not Muslim. All these pose a fundamental threat to the future of the freedoms that we have taken for granted, every one of them grounded in the tenets of India's civic nationalism since our independence from colonial rule in 1947. At this crucial juncture for the future of our country, it falls on all the individuals listening to this lecture, as well as organizations like the Forum for Democracy and Communal Amity, to reaffirm the idea of India enshrined in our Constitution. This requires a conscious effort to defend India's pluralism, not as something from our history, but as something that we have to hold on to as precious for us today. To defend the besieged institutions of civic nationalism, to restore their autonomy, and to ensure their effectiveness. To defend and strengthen our civic nationalism with its unique overlay of everything that is good and valuable about India's historic pluralism, we will also need to undertake a careful retelling of modern Indian history that is comprehensive, that embraces all experiences, and refuses to see the past through the prism of any one faith. Swami Vivekananda spoke of the religion professed by the majority in this country, Hinduism, as one that does not merely tolerate other faiths, but accepts them as they are. I respect your truth, he preached. Please respect my truth. And this acceptance of difference has been key to our country's survival, making unity in diversity the most hallowed of independent India's self-defining slogans. It is that unity we seek, not uniformity. It is consensus we must pursue, not conformity. For India to succeed and indeed to thrive, it will have to embrace this inclusive, pluralist vision and draw its inspiration from the key tenets of the core idea of India. We will have to ensure that the South is not provoked into political disgruntlement by Hindi chauvinism from the North, by financial iniquity or over-centralized government. We must once again help Muslims and other minorities enjoy the assurance that they are integral parts of India's nationalist narrative. Only by maintaining our civic nationalism and our commitment towards a democratic and pluralist ethos can the new India that Mr. Modi talks about be able to fulfill the aspirations of all Indians. At the same time, we must also be conscious that preserving our ideological commitment to pluralism, acceptance, and the freedom provided by democratic systems is only one half of the battle. Providing a decent standard of living to the people of India, particularly those from economically vulnerable groups, is the second commitment that we must undertake in our blueprint for a new India. So what then must be the force that is animating this idea of India? Not perhaps Mr. Modi's new India, but our new India. It is the idea of one nation made up of many different kinds of people. An India where it does not matter what religion you practice, what language you speak, what caste you were born into, what color your skin is. In our new India, it should only matter that you are Indian. Our new India must be an India that respects all religions, all faiths, all beliefs, all cultures, all languages, all regions, all castes, and all classes. That idea of India is under threat today from those who seek not just to rule India, but to change India's very heart and soul. We believe in an India that unites our people. They seek to divide us. Our ideology binds people together. Theirs separates one Indian from another. Our new India must derive its support and strength from all sections of our diverse society. Their new India speaks of one faith and reduces others to second-class citizenship. Their idea of new India is one of exhortation. Make in India, digital India, start up India, stand up India, sit down India, shut up India. That's not our India. That can't be pluralist India. Our new India must be one of consultation. We must never speak of India shining without asking who India is shining for. Our new India must follow policies that both promote higher economic growth and also ensures that the benefits of our growth are enjoyed by the poor and disadvantaged sections of our society. Our new India must shine, but it must shine for all.
It seems to me our choice is clear. We can have a new India that belongs to all of us, led by a government that works for all of us. Or we can have a new India that belongs to some and serves the interests of a few. That is the difference between the civic nationalism enshrined in the constitutional republic and the ethno-religious linguistic nationalism of Hindi, Hindutva, Hindustan, preached by those in power today. The idea of India is of one land embracing many. It's the idea that a nation may endure differences of caste, creed, color, culture, cuisine, consonant, conviction, costume, and custom, and still rally around a consensus. And that consensus is around the simple principle that in a democracy like India, a large, diverse democracy, you don't really need to agree all the time, except on the ground rules of how you will disagree. The reason India has survived all the stresses and strains that have beset it for 73 years is that it maintained consensus on how to manage without consensus. And so the Indian identity celebrates diversity. I tell Americans in all my years in that country, if America is a melting pot, we are not. We are a thali, a selection of sumptuous dishes in different bowls. Each tastes different. And since each is in a different bowl, it doesn't necessarily flow into the next. But they belong together on the same platter, and they complement each other in making the meal a satisfying repast. I believe that we must build our new India on solutions to our major challenges, but it must remain an open society, a rich and diverse and plural civilization, one that is open to the contention of ideas and interests within it, that's unafraid of the prowess or the products of the outside world, that's wedded to the democratic pluralism that is India's greatest strength, and that's determined to liberate and fulfill the creative energies of its people. The idea of India matters because it's the only idea that can keep India together. It has worked for many decades in addressing the severe problems the British left us with. This idea and the practice of civic nationalist pluralism is not just woolly-headed liberal talk, but a practical and hard-headed vision of what India needs to both survive and thrive. Hindu Rashtra will end up dividing India. A liberal democratic India rooted in civic nationalism, animated by a common purpose and striving for a shared destiny, will unify the nation in an inclusive sense of belonging. India's founding fathers wrote a constitution for their dreams. We have given passports to their ideals. That is the India, the pluralist India that Mahatma Gandhi fought to free, and it is well worth preserving in the future. The revival of our beleaguered civic nationalism must be both civic and nationalist. We must remain faithful to our founding values of the 20th century if we are to conquer the looming challenges of the 21st. Thank you once again for giving me the honor of delivering this year's Justice Krishna Iyer Memorial Lecture. I wish you a successful event. Thank you. Jai Hind. വളരെ നന്ദി ഡോക്ടർ ശശി തരൂർ എം പി. ശ്രീ ശശി തരൂർ എം പിയുടെ പ്രഭാഷണം പരിഭാഷപ്പെടുത്തുന്നത് ജമാൽ പാനായിക്കുളമാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി FDCA സംഘടിപ്പിക്കുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അനുസ്മരണ പ്രഭാഷണത്തിനായി എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു, അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് പരസ്പരം ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ പരിപാടി അതിൻ്റെ ലക്ഷ്യം കാണുമെന്ന് തന്നെയാണ് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റിസ് കൃഷ്ണയ്യരുമായി അടുത്ത് ഇടപഴകുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 95ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കപ്പെട്ട പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുവാനുള്ള സൗഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നത് എനിക്കേറെ സന്തോഷം പകരുന്നതാണ്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ 73ാമത് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിച്ചത്. 1947 ഇന്ത്യ സ്വതന്ത്രമായി പുതിയ ഇന്ത്യ പിറക്കുന്ന ആ മുഹൂർത്തത്തിൽ നെഹ്റു പറയുകയുണ്ടായി, ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷമാണ് വന്നെത്തിയിരിക്കുന്നത്. നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവെക്കുകയാണ്.
ഒരു കാലഘട്ടം അവസാനിക്കുകയാണ്. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടൊരു രാഷ്ട്രത്തിൻ്റെ ആത്മാവിന് ശബ്ദം തിരിച്ചു കിട്ടുന്നൊരു സന്ദർഭമാണിത് എന്ന് ഉജ്ജ്വലമായി നെഹ്റു പറഞ്ഞു വെക്കുകയുണ്ടായി. ഒരിക്കൽ വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്, ഇന്ത്യ എന്നത് കേവലം ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു ആവിഷ്കാരം മാത്രമാണ്, ഇന്ത്യ ഒരൊറ്റ രാജ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാസ്തവവിരുദ്ധവും ഒരിക്കലും വസ്തുതക്ക് നിരക്കാത്തതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്ത് തന്നെ ഒരിടത്തും കാണാൻ കഴിയാത്തത്ര അസാധാരണമായ വൈവിധ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും വ്യത്യസ്ത മതങ്ങളുടെയും ജാതികളുടെയും ഭാഷകളുടെയും ഭിന്നവിഭിന്നങ്ങളായ കാലാവസ്ഥയുടെയും ഒരു സമ്മിശ്രണമാണ്, ഒരു മേളനമാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയെക്കുറിച്ച് പല സത്യങ്ങളും മറ്റ് സത്യങ്ങളോട് വിരുദ്ധമായി വരുന്നതാകും പലപ്പോഴും. നിങ്ങൾ ഇന്ത്യയെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതിൻ്റെ വിപരീതവും ശരിയായി വരും എന്ന് തമാശയായിട്ട് പറയാറുണ്ട്. നമ്മുടെ ദേശത്തിൻ്റെ ദേശീയ മുദ്രാവാക്യം നമ്മുടെ സർക്കാരിൻ്റെ ചിഹ്നങ്ങളിൽ കാണാൻ കഴിയും, സത്യമേവ ജയതേ എന്നുള്ളത്. സത്യം മാത്രം വിജയിക്കും എന്നാണത്. പക്ഷേ ആരുടെ സത്യമാണത്? 1.3 ദശലക്ഷം മനുഷ്യരെ, 1.3 ദശലക്ഷം ഉത്തരങ്ങളുള്ള ഒരു ചോദ്യമാണത്. ബഹുസ്വരത കൊണ്ടും ബഹുത്വം കൊണ്ടും മാത്രമേ നമുക്ക് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരുപാട് ഇന്ത്യകളുണ്ട് എന്ന്. ഒരൊറ്റ വാർപ്പ് മാതൃകയിൽ നമുക്ക് ഇന്ത്യയെ അടയാളപ്പെടുത്തുക സാധ്യമല്ല. ലോകത്തെ പല രാജ്യങ്ങളും അവരുടെ ദേശനിർമ്മാണത്തിന് വേണ്ടി ഏകമാനമായിട്ടുള്ളൊരു ഭരണ സംവിധാനമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഇന്ത്യ രാജ്യം അത് ബഹുകക്ഷി ജനാധിപത്യത്തെയാണ് അതിൻ്റെ ഭരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് നമുക്കറിയാം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഈ രാജ്യം കടന്നു പോയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയുടെ പ്രതിസന്ധി രാജ്യം നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമുക്കറിയാവുന്നതാണ്. ഈ പ്രതിസന്ധികളെല്ലാം അതിജയിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബഹുസ്വരമായി നിലകൊള്ളാൻ ആ രാജ്യത്തിൻ്റെ, ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ ബഹുസ്വരതയെ നിലനിർത്തുന്നതിന് വേണ്ടി നാം ഒന്ന് പരിശോധിക്കുന്നത്, ആഴങ്ങളിലേക്ക് നാം ഒന്ന് ഊളിയിട്ടിറങ്ങുന്നത് നന്നായിരിക്കും. അതിഗംഭീരമായ നിലയിൽ വ്യത്യസ്ത രാജ്യങ്ങളെയും വ്യത്യസ്ത സംസ്കാരങ്ങളെയും വ്യത്യസ്ത ദേശീയതകളെയും വ്യത്യസ്ത ഭാഷകളെയും ഒക്കെ സ്വീകരിച്ചതിൻ്റെയും സ്വാംശീകരിച്ചതിൻ്റെയും ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത്. നമുക്കറിയാം, കേരളം വളരെ മുമ്പ് തന്നെ പുറം സംസ്കാരങ്ങളുമായിട്ട് ആദാനപ്രദാനങ്ങൾ നടത്തി വരുന്ന ഒരു മണ്ണാണ്. അതോടൊപ്പം ധാരാളം ജൂത സഹോദരന്മാർക്ക് ഈ മണ്ണ് അഭയം നൽകിയിട്ടുണ്ട്. ബാബിലോണിയയിൽ ആദ്യം ജൂത സഹോദരന്മാരുടെ ടെമ്പിൾ ബാബിലോണിയക്കാർ തകർത്തപ്പോഴും അതിനുശേഷം റോമക്കാരവരുടെ ടെമ്പിൾ തകർത്തപ്പോഴും ഒക്കെ വലിയ അളവിൽ ഇവിടേക്ക് കേരളത്തിലേക്ക് അഭയാർത്ഥി പ്രവാഹമുണ്ടാവുകയും ആ ജൂത സഹോദരങ്ങളെ കേരളം സ്വീകരിക്കുകയും അവർക്കിവിടെ സ്വസ്ഥമായി താമസിക്കുവാനും അവരുടെ ആരാധനകൾ ഇവിടെ നിർവഹിക്കുവാനുമുള്ള സൗകര്യം ഈ കേരളത്തിൻ്റെ മണ്ണിൽ ചെയ്തു കൊടുക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ ക്രൈസ്തവ സഹോദരങ്ങളും അപ്പോസ്തലനായ സെയിൻറ്റ് തോമസിലൂടെ AD 52 കേരളത്തിലേക്ക് വന്നപ്പോൾ അവരെയും സ്വീകരിക്കുകയുണ്ടായി. അവർ സ്വീകരിച്ചത് ഓടക്കുഴലൂതി നിൽക്കുന്ന ഒരു ജൂത പെൺകുട്ടിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇസ്ലാമും കച്ചവടക്കാരിലൂടെയും പ്രബോധകരിലൂടെയും കേരളത്തിൻ്റെ മണ്ണിലേക്ക് വളരെ സമാധാനപരമായി കടന്നു വന്നു. പ്രവാചകനെക്കുറിച്ച വിവരങ്ങളും വാർത്തകളുമായാണ് അവർ വന്നത്. ഈ വിവരങ്ങളും വാർത്തകളും സന്ദേശവും ഒക്കെ കേട്ടതിൽ ആകൃഷ്ടനായ ചേരമാൻ പെരുമാൾ രാജാവ് പ്രവാചകനെ കാണുന്നതിന് വേണ്ടി മക്കയിലേക്ക് കപ്പൽ കയറി എന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം പിന്നീട് ഈ രാജ്യത്തേക്ക് തിരിച്ചു വന്നിട്ടില്ല. ചേരമാൻ പെരുമാളിൻ്റെ കയ്യൊപ്പ് നമുക്കിന്നും ഒമാനിലെ സലാലയിൽ കാണാം. അറേബ്യൻ ഭൂപ്രകൃതിക്ക് സുപരിചിതമല്ലാത്ത തെങ്ങ് ഇവിടെ നിന്ന് ചേരമാൻ പെരുമാൾ തേങ്ങ കൊണ്ടുപോയി അവിടെ മുളപ്പിച്ചത് ഇന്നും നമ്മുടെ കേരളം പോലെ തോന്നിക്കുന്ന ഒരു പ്രദേശമായിട്ട് സലാലയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അറേബ്യക്ക് പുറത്തെ ഏറ്റവും പഴയ പള്ളി കേരളത്തിലെ കൊടുങ്ങല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പള്ളിയിൽ ഇന്നും ഇസ്ലാമിക ആചാരവുമായി ഒരു ബന്ധവുമില്ലാത്ത വലിയൊരു നിലവിളക്ക് നമുക്ക് അവിടെ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കുഞ്ഞാലിമരക്കാരുടെ നാവിക വൈദഗ്ധ്യത്തിൽ ആകൃഷ്ടനായിട്ട് കോഴിക്കോട്ടെ സാമൂതിരി എല്ലാ കുടുംബങ്ങളിൽ നിന്നും, എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നും ഒരു കുട്ടിയെ മുസ്ലിമാക്കി വളർത്തണം എന്നുള്ള വിളംബരം ഈ കേരളത്തിൻ്റെ മണ്ണിൽ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പാർസികൾ ഇന്ത്യയുടെ ഗുജറാത്ത് തീരത്തേക്കാണ് അവർ വന്നത്. പാർസികൾ അവരുടെ രാജ്യത്തുണ്ടായ പേർഷ്യയിലുണ്ടായിട്ടുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയുടെ ഗുജറാത്തിൻ്റെ തീരത്തേക്ക് വന്നപ്പോൾ അവിടുത്തെ നാട്ടുരാജാവ് അദ്ദേഹത്തിൻ്റെ ദൂതനെ അയച്ചു. നിങ്ങൾക്കിവിടെ സാധ്യമല്ല ജീവിക്കാൻ, നിങ്ങൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയാൽ ഇവിടുത്തെ ജനസംഖ്യ നിറഞ്ഞു കവിയുമെന്ന് അവരോട് ഈ ദൂതൻ
ആശയവിനിമയം നടത്തി. ഭാഷ പ്രശ്നമായതിനാൽ അദ്ദേഹം ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് അതിലേക്കൊരു കല്ലിട്ട് കാണിച്ചു. അപ്പോൾ ഗ്ലാസ്സിലെ വെള്ളം നിറഞ്ഞു കവിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടേക്ക് വന്നാൽ ഇതുപോലെ ഇവിടുത്തെ ജനസംഖ്യ നിറഞ്ഞു കവിയുമെന്നായിരുന്നു അതിൻ്റെ ആശയം. എന്നാൽ ഇത് മനസ്സിലാക്കിയ കപ്പിത്താൻ ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരാൻ പറയുകയും ആ പാലിലേക്ക് പഞ്ചസാര കലർത്തിയിട്ട് തിരിച്ചു മറുപടി കൊടുത്തു. ഈ പാലിൽ ഈ പഞ്ചസാര അലിഞ്ഞു ചേർന്നതുപോലെ ഞങ്ങൾ ഈ മണ്ണിൽ അലിഞ്ഞു ചേരും. ഈ പാലിന് മാധുര്യം നൽകിയതുപോലെ ഈ മണ്ണിന് മാധുര്യം നൽകി ഞങ്ങൾ ജീവിക്കുമെന്നുള്ള ഈ സന്ദേശം ആ നാട്ടുരാജാവിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം പാർസികളെ ഗുജറാത്തിൻ്റെ മണ്ണിൽ ജീവിക്കുവാൻ വേണ്ടി അദ്ദേഹം അനുവദിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ സംസ്കാരവും അവരുടെ ഭാഷയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് പാർസികൾ രാജാവിനോടുള്ള കടപ്പാട് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പാഴ്സികൾ വരുന്നത്. ഈ ബഹുസ്വരത ഇന്ത്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരുപിടിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഉദാരവും നീതിയുക്തവുമായ ഇന്ത്യയുടെ ഭരണഘടന ഉദാരമായ ദേശീയതയിൽ നിലകൊള്ളുന്നതാണ്. ഇന്ത്യയുടെ ഭരണഘടന ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നതാണ്. പലപ്പോഴും വലിയ പദങ്ങൾ ഉപയോഗിക്കുന്നവനെന്ന പഴി കേൾക്കാറുള്ള ഒരാളാണ് ഞാൻ സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു പദമാണ് പാലിംസെസ്റ്റ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഞാൻ ഉപയോഗിച്ച പദമല്ല, നെഹ്റുവാണ് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്ത്യയെക്കുറിച്ച് നെഹ്റുവാണ് പറഞ്ഞത് പാലിംസെസ്റ്റ് ആണ് എന്ന്. എന്താണ് പാലിംസെസ്റ്റ്? പാലിംസെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് ഒരു ചുമരിൽ ഒരു ചിത്രം വരക്കുന്നു, നിങ്ങൾ വന്ന് അതിന് മുകളിൽ മറ്റൊരു ചിത്രം കോറിയിടുന്നു, മൂന്നാമതൊരാൾ വന്ന് അതിന് മുകളിൽ മറ്റൊരു ചിത്രം രേഖപ്പെടുത്തുന്നു. ഇതൊന്നും മായ്ക്കപ്പെടാതെ ഒന്നിനു മുകളിൽ ഒന്നായി ആ ചുമരിൽ നിലനിൽക്കുന്നതിനെയാണ് പാലിംസെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യ. ഇവിടെ ഒരു സമൂഹം വന്നു, അവരവരുടെ അടയാളപ്പെടുത്തലുകൾ ഇവിടെ രേഖപ്പെടുത്തി. മറ്റൊരു സമൂഹം വന്നു, അവരും അതിനു മുകളിൽ അവരുടെ മുദ്രകൾ പതിപ്പിച്ചു. വരുന്ന ഓരോ സമൂഹങ്ങളും ഈ രാജ്യത്ത് അവരുടേതായ അടയാളപ്പെടുത്തലുകളും മുദ്ര പതിപ്പിക്കലുകളും നടത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഒരു ബഹുസ്വരമായ പാലിംസെസ്റ്റായി ഇന്ത്യ രാജ്യം രൂപപ്പെടുകയായിരുന്നു എന്ന് പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ഭരണഘടന ഈ ബഹുസ്വരതയെ പ്രതിഫലിപ്പിക്കുന്നതാണ്. നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളുടെയും നമ്മുടെ പൂർവികർ പോരാടി നേടിയ മൂല്യങ്ങളുടെയും ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സമാഹാരമാണ് നമ്മുടെ ഭരണഘടന എന്ന് പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും. 70 വർഷമായി ഭരണഘടന നമ്മെ ഉണർത്തുന്നത് നമ്മുടെ വൈജാത്യങ്ങളെക്കാൾ, നമ്മുടെ ഈ പരസ്പര ഭിന്നതകളെക്കാളൊക്കെ വലുത് നമ്മുടെ രാജ്യമാണ്. നമ്മുടെ വൈവിധ്യങ്ങൾ അത് മതത്തിൻ്റെതാണെങ്കിലും ഭാഷയുടേതാണെങ്കിലും ആവിഷ്കാരങ്ങളുടേതാണെങ്കിലും ഒക്കെ അത് നമ്മുടെ ശക്തിയാണ്. ഭരണഘടന നമുക്ക് വ്യക്തിപരമായ രാഷ്ട്രീയ സ്വത്വങ്ങൾ സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം നൽകുകയും അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഒന്നിച്ചു നിന്ന് രാഷ്ട്രത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത്, ഭരണഘടനയെ കൈകാര്യം ചെയ്യുന്നവരുടെ കൈകൾ നന്നായെങ്കിൽ മാത്രമേ ഭരണഘടനയുടെ സൽഫലങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ്. ഈ ഒരു കുറവാണ് നമ്മൾ ഈ രാജ്യത്ത് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ ശക്തികൾ ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് ഭീഷണിയായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം വീണ്ടും അധികാരത്തിൽ വന്ന ശേഷം വളരെ ദ്രുതഗതിയിലാണ് രാജ്യത്ത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുവാൻ സാധ്യതയുള്ള പല നിയമനിർമ്മാണങ്ങളും ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ RT കമ്മീഷണറുടെ സ്വാതന്ത്ര്യം എടുത്തു കളയുന്ന RTI ഭേദഗതി നിയമം വന്നു. അതുപോലെ തന്നെ ആരെയും എപ്പോഴും അറസ്റ്റ് ചെയ്യുവാനും തുറുങ്കിലടക്കുവാനും കഴിയുമാറ് UAPA ആക്ട് ഭേദഗതി ചെയ്തു. ജമ്മു കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശത്തെ എടുത്തു കളയുന്ന അത് നിർണ്ണയിക്കുന്ന ആർട്ടിക്കിൾ 370 അസാധുവാക്കി എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ആളുകളെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ നാം ആസ്വദിച്ചു വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവിക്ക് അടിസ്ഥാനപരമായ വെല്ലുവിളികൾ ഉയർത്തുന്നവയാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും അതുപോലെ തന്നെ FDCA പോലെയുള്ള സംഘടനകളോടും എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു സന്ദർഭമാണിത്. അതിന് ബോധപൂർവവും സുസ്ഥിരവുമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ത്യയുടെ ബഹുസ്വരതയെ, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വയംഭരണ അവകാശത്തെ, ഇതിനെയൊക്കെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ ഉണർന്ന് എഴുന്നേറ്റിരിക്കേണ്ട ഒരു സന്ദർഭമാണ് നമ്മൾ ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പൗരദേശീയതയെ സംരക്ഷിക്കുവാനും അതിനെ ശക്തിപ്പെടുത്തുവാനും വളരെ ശ്രദ്ധയോടുകൂടിയ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തെ നാം
വളരെ സമഗ്രമായി പുനരാവിഷ്കരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചരിത്രത്തെ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ദർപ്പണത്തിലൂടെ മാത്രമായി കാണാതെ വളരെ സമഗ്രമായി ചരിത്രത്തെ നോക്കിക്കാണുവാൻ നമുക്ക് കഴിയണം. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മതമായ ഹിന്ദുമതത്തെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു വെച്ചത്, ഹിന്ദുമതം മറ്റുള്ള മതങ്ങളെ സഹിക്കുക മാത്രമല്ല, അവ എങ്ങനെയോ അങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കുവാനും ഹിന്ദുമതത്തിന് കഴിയുമെന്നാണ്. താങ്കൾ പറയുന്ന താങ്കളുടെ സത്യത്തെ ഞാൻ ആദരിക്കുന്ന പോലെ ഞാൻ പറയുന്ന എൻ്റെ സത്യത്തെ താങ്കളും ആദരിക്കുക. ഇതാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. വൈവിധ്യങ്ങളുടെ ഈ സ്വീകരണമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അതിജീവനത്തിൻ്റെ അടിക്കല്ല് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഐക്യത്തെയാണ് നാം തേടുന്നത്. എല്ലാം ഒന്നാകുന്ന ഒരു ഏകതയെ അല്ല, മറിച്ച് വൈവിധ്യങ്ങളായി നിലനിന്നുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകുന്ന ഒരു ഐക്യത്തെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇന്ത്യക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ, വളർച്ച പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നാം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ബഹുസ്വരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉള്ള ഒരു രാജ്യമായി നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. ഇന്ത്യ എന്ന ആശയത്തിൽ നിന്നാണ് നാം ഇതിന് പ്രചോദനം ഉൾക്കൊള്ളേണ്ടതുള്ളത്. വടക്കേ ഇന്ത്യയിൽ കാണുന്നത് പോലെയുള്ള വ്യത്യസ്തങ്ങളായ ദേശീയതയുടെ പേരിൽ, ഭാഷാപരമായിട്ടുള്ള വംശീയതയുടെ പേരിൽ, സാമ്പത്തികമായ അസമത്വങ്ങളുടെ പേരിലൊന്നുമൊക്കെയുള്ള പ്രശ്നങ്ങൾ തെക്കേ ഇന്ത്യയിലേക്ക് കുടിയേറി വരാതിരിക്കുവാനും നാം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും ഇതര ന്യൂനപക്ഷങ്ങളെയും ഒക്കെ തങ്ങളും ഇന്ത്യയുടെ ദേശീയ ആഖ്യാനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന ഉറപ്പ് അവർക്ക് ആസ്വദിക്കാൻ കഴിയുമാറ് അവരെയും നമുക്ക് സഹായിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പൗരദേശീയതയെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ജനാധിപത്യ മൂല്യങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പൗരദേശീയതയെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ജനാധിപത്യ ബഹുസ്വര മൂല്യങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ ബഹുസ്വരതയോടുള്ള നമ്മുടെ ആശയപരമായ പ്രതിബദ്ധതയും ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യവും ഊട്ടിയുറപ്പിക്കുക എന്നതും നമ്മുടെ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന, ജീവിക്കുവാനുള്ള വിഭവങ്ങളില്ലാത്ത ആളുകൾക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക, അവർക്ക് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുക എന്നുള്ളതും നമ്മുടെ ചുമതലയാണ്. വൈവിധ്യമാർന്ന ജനവിഭാഗങ്ങളാൽ സജീവമാണ് ഇന്ത്യ. ഏത് മതമാണ് നിങ്ങളുടേത് എന്നത് പ്രശ്നമാകാത്തതാണ് നമ്മുടെ ഇന്ത്യ. ഏത് ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നതോ, ഏത് ജാതിയിലാണ് നിങ്ങൾ ജനിച്ചത് എന്നതോ, ഏത് വർണ്ണമാണ് നിങ്ങളുടെ തൊലിക്കുള്ളത് എന്നതോ ഒന്നും ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. മറിച്ച് നമ്മൾ സ്വപ്നം കാണുന്ന പുതിയ ഇന്ത്യയിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ് എന്നത് മാത്രമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. നാം സ്വപ്നം കാണുന്ന പുതിയ ഇന്ത്യയിൽ എല്ലാ മതങ്ങളും, എല്ലാ സംസ്കാരങ്ങളും, എല്ലാ വിശ്വാസങ്ങളും, എല്ലാ ഭാഷകളും ആദരിക്കപ്പെടുന്ന ഒരു ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഇന്ത്യ ഭരിക്കുക എന്നത് മാത്രമല്ല, ഇന്ത്യയുടെ ആത്മാവിനെ തന്നെയും മാറ്റിമറിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ത്യ എന്ന മഹത്തായ ആശയത്തിനു തന്നെ വലിയ ഭീഷണിയാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നാം സ്വപ്നം കാണുന്ന ഇന്ത്യ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഇന്ത്യയാണ്. എന്നാൽ അവർക്ക് വേണ്ടത് ജനങ്ങളെ വിഭജിപ്പിക്കുന്ന ഇന്ത്യയാണ്. നാം സ്വപ്നം കാണുന്ന ഇന്ത്യ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഇന്ത്യയാണ്. എന്നാൽ അവർ സ്വപ്നം കാണുന്ന അവരുടെ ആദർശവും ജനങ്ങളെ പരസ്പരം വെട്ടിമുറിക്കുന്ന, കീറിമുറിക്കുന്ന, പരസ്പരം വിഭജിക്കുന്നതാണ്. എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും കരുതലുമുള്ളതാണ് നമ്മൾ സ്വപ്നം കാണുന്ന പുതിയ ഇന്ത്യ. എന്നാൽ അവരുടേത് ഒരു ഏകമാന വിശ്വാസത്തിൻ്റെതും മറ്റുള്ളവരെ മുഴുവൻ രണ്ടാംകിട പൗരന്മാരായി കണക്കാക്കുന്ന, തരം താഴ്ത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് അവരുടേത്. അവരുടെ പുതിയ ഇന്ത്യയെക്കുറിച്ച് മേക്കിംഗ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, സിറ്റ് ഡൗൺ ഇന്ത്യ, ഷട്ടപ്പ് ഇന്ത്യ, ഇങ്ങനെ തുടങ്ങി പുതിയ വാചക കസർത്തുകളാണ് അവർ ഇന്ത്യയെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ബഹുസ്വരമായ ഇന്ത്യയാണ്. നമുക്ക് വേണ്ട ഇന്ത്യ സംവാദത്തിൻ്റെയും കൂടിയാലോചനയുടെയും ഇന്ത്യയാണ് നമുക്ക് വേണ്ടത്. നാം ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ ആരുടെ ഇന്ത്യയാണ് തിളങ്ങുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പുതിയ ഇന്ത്യ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ അടയാളപ്പെടുത്തുന്നതും അതോടൊപ്പം ദരിദ്ര ജനവിഭാഗത്തിന് പ്രയോജനപ്രദവുമായ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന ഒരു ഇന്ത്യയായിരിക്കണം. നമ്മുടേത് എല്ലാവരുടേതും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമായ ഒരു ഗവൺമെൻറ്റുള്ള ഒരു ഇന്ത്യയായിരിക്കണം നമ്മുടെ ഇന്ത്യ. അതല്ലാതെ ഏതാനും കുറച്ചാളുകൾക്ക് വേണ്ടി, കുറച്ചാളുകളുടെ മാത്രം താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല നമുക്ക് വേണ്ടത്. ഇതാണ് പൗരദേശീയതയും അതുപോലെ സങ്കുചിത ദേശീയതയും തമ്മിലുള്ള വ്യത്യാസം. ഒരു രാജ്യം പല സംസ്കാരങ്ങളും, മതങ്ങളും, ആചാരങ്ങളും, വേഷങ്ങളും, വർണ്ണങ്ങളും, ഭാഷകളും ഉൾക്കൊള്ളുകയും അതോടൊപ്പം
സമന്വയത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യൻ അസ്തിത്വം ബഹുസ്വരതയെ ആഘോഷിക്കുന്ന ഒരു അസ്തിത്വമാണ്. ഞാൻ പലപ്പോഴും അമേരിക്കക്കാരോട് പറയാറുണ്ട്, അമേരിക്ക ഒരു ഉരുക്കുമൂശയാണ് എന്നുള്ളത്. എല്ലാം ഉരുക്കി ഒന്നാക്കുന്ന സംസ്കാരമാണ് അമേരിക്കയുടേത്. എന്നാൽ ഇന്ത്യയുടേത് ഒരു താലിയുടെ സംസ്കാരമാണ്. വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ഒരു വലിയ പ്ലേറ്റിൽ ചെറിയ പാത്രങ്ങളിലായി ഉൾക്കൊള്ളുന്ന താലിയാണ്. എല്ലാം കൂടി ചേർന്ന് വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ ചേർന്ന് രുചിക്കൂട്ടായി മാറുന്ന താലിയാണ് ഇന്ത്യൻ സംസ്കാരം എന്ന് അമേരിക്കക്കാരോട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് നമുക്കൊരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളൊരു തുറന്ന സമൂഹമായി നിലകൊള്ളുകയും വൈവിധ്യമാർന്ന സമ്പന്നമായ ഒരു ബഹുസ്വരമായ ഒരു തുറന്ന സമൂഹമായി നമ്മൾ മാറുകയും ചെയ്യേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ വിട്ടേച്ചു പോയ പല പ്രശ്നങ്ങളും ദശകങ്ങളായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവക്ക് നമ്മൾ പരിഹാരം കാണുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പൗരദേശീയതയിൽ അടിയുറച്ച ഇന്ത്യയെക്കുറിച്ച് ഈ ആശയങ്ങൾ കേവലമായ വാചക കസർത്തുകൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും സഹായകമാകേണ്ട പ്രായോഗിക പദ്ധതികളായി രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഹിന്ദുരാഷ്ട്രം എന്നത് ഇന്ത്യയെ വിഭജിക്കും. എന്നാൽ ഉദാരദേശീയതയിൽ അടിസ്ഥാനമായൊരു രാജ്യം, പൊതു ലക്ഷ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്ന രാജ്യം ജനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയുടെ രാഷ്ട്രശില്പികൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തു. ബഹുസ്വരമായ ഒരു ഇന്ത്യയെ സ്വതന്ത്രമാക്കുവാനും ആ ഇന്ത്യയെ കാത്തു സംരക്ഷിക്കുവാനും വേണ്ടിയാണ് ഗാന്ധിജിയെ പോലെയുള്ളവർ പോരാട്ടം നടത്തിയത്. 20-ാം നൂറ്റാണ്ടിലെ നമ്മുടെ രാഷ്ട്രസ്ഥാപന മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് അതിജയിക്കാനാകണം. ഈ വർഷത്തെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ അനുസ്മരണ പ്രഭാഷണത്തിന് എന്നെ അനുവദിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നന്ദി ജമാൽ പാനായിക്കുളം. അടുത്തതായി ബഹുസ്വരത നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ മുൻ MP-യും അഭിഭാഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുസ്വരതയെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഏറ്റവും ഉചിതമായ ദിവസമാണ് ഒക്ടോബർ 2. മഹാത്മാഗാന്ധിയെ നമ്മൾ ഓർക്കുന്ന ദിവസമാണ്, ഗാന്ധി ജയന്തി. ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടി എന്ന് പറയുമ്പോൾ വെബിനാർ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ വാക്കുകൾ. ഈ സന്ദർഭത്തിൽ ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി എന്ന പേര് പരാമർശിക്കുമ്പോൾ യശസ്വിനായ ജസ്റ്റിസ് VR കൃഷ്ണയ്യരെ ഓർമ്മിക്കേണ്ടി വരും. അടുത്ത കാലത്ത് നമ്മോട് വിട പറഞ്ഞ സ്വാമി അഗ്നിവേശിനെ ഓർമ്മിക്കേണ്ടി വരും. ഇങ്ങനെ കുറേ വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന സൗഭാഗ്യമാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷനായി ഇരിക്കുന്നത് ജസ്റ്റിസ് K. സുകുമാരനാണ്. ഈ വിഷയത്തിൽ അതിയായ താല്പര്യമുള്ള, ബഹുസ്വരത എന്ന പദത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് സംസാരിക്കുന്ന, നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് സുകുമാരൻ. പ്രിയപ്പെട്ട അബ്ദുറഹ്മാനും ഈ പരിപാടിയിലുണ്ട്. ഞാൻ ഈ പേരുകളൊക്കെ പറഞ്ഞത് ഈ പരിപാടിയുടെ ഗൗരവം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ബഹുസ്വരത എന്നത് നമ്മൾ കൂടെ കേൾക്കുന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം പല സ്വരങ്ങൾ എന്ന് തന്നെയായിരിക്കണം. പല സ്വരങ്ങൾ കേൾക്കുക എന്നതാണ് സ്വാഭാവികമായ കാര്യം. ഇത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ബൈബിളിലെ ഒരു കഥ ഓർമ്മ വരാറുണ്ട്. ബാബേൽ എന്ന പേരിലുള്ള ഒരു ഗോപുര നിർമ്മാണം. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആകാശത്തെ മുട്ടുന്ന അല്ലെങ്കിൽ ആകാശത്തെ ചുംബിക്കുന്ന ഒരു ഗോപുരത്തിൻ്റെ നിർമ്മാണമാണ് അന്നൊരു രാജാവ് ഏറ്റെടുത്തത്. ദൈവത്തെ വെല്ലുവിളിച്ചു എന്ന് പറയുമ്പോൾ ദൈവം ആ വെല്ലുവിളി സ്വീകരിച്ചു. ആ സംരംഭം പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി അതിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നവർ പല ഭാഷകളിൽ സംസാരിക്കുന്ന ഒരു വരം എന്നോ ശാപം എന്നോ പറയാൻ കൊടുത്തു. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ അവർക്ക് ആ ഗോപുര നിർമ്മാണ സംരംഭം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാണ് കഥ. അത് ആ സന്ദർഭത്തിൽ ആ കഥ അനുയോജ്യമായിരിക്കാം. പക്ഷെ നമ്മെ സംബന്ധിച്ച് നമ്മൾ പല ഭാഷകളിൽ പല രീതികളിൽ
സംസാരിക്കുന്നവരാണ്. നമുക്ക് പല നിലപാടുകളുണ്ട്. ഈ എല്ലാ സ്വരങ്ങൾക്കും ഇടം നൽകുന്ന ഒന്നാണ് ആധുനിക ജനാധിപത്യം. ആധുനികം എന്ന വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല, കാരണം ജനാധിപത്യം തന്നെ അതാണ്. ഗ്രീസിൽ, പുരാതന ഗ്രീസിൽ ആഥൻസ് പ്രമുഖമായ സിറ്റി സ്റ്റേറ്റ് ആണല്ലോ. അവിടെ അടുത്ത കാലത്ത് ഞാൻ പോയപ്പോൾ അഗോറ, പഴയ നഗരകേന്ദ്രം, സോക്രട്ടീസിനെ വിചാരണയൊക്കെ ചെയ്ത സ്ഥലമാണത്. അതിൻ്റെ പ്രവേശന കവാടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ 2500 വർഷങ്ങൾക്ക് മുമ്പ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം സ്ഥാപിതമായി എന്നാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. രക്തസാക്ഷിയുമുണ്ടായി. വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതിനാണ് സോക്രട്ടീസിനെ അവർ വധിച്ചത്. ജനാധിപത്യ ഭരണകൂടം നിലനിൽക്കുമ്പോഴായിരുന്നു അത് സംഭവിച്ചത്. അതെല്ലാം ചരിത്രത്തിൻ്റെ അങ്ങനെയൊക്കെ ധാരാളം വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ആളുകൾ പലതരത്തിൽ സംസാരിക്കുന്നു എന്നുള്ളത് ഭാഷയെ വരമായി കാണാം, ശാപവുമായി കാണാം. ഞാനതാണ് ബാബേൽ ഗോപുരത്തിൻ്റെ കഥ അനുസ്മരിച്ചത്. യുനെസ്കോ ഒരു മാധ്യമ പഠനം നടത്തിയപ്പോൾ ആ റിപ്പോർട്ടിന് നൽകിയ ടൈറ്റിൽ, ശീർഷകം വൺ വേൾഡ് മെനി വോയിസസ് എന്നായിരുന്നു. ഒരു ലോകം, പല ശബ്ദങ്ങൾ. അതാണ് യാഥാർത്ഥ്യം, അതാണ് വസ്തുത. പക്ഷെ ഒരു ശബ്ദം മാത്രമേ കേൾക്കാവൂ എന്ന് കരുതുന്ന അല്ലെങ്കിൽ ശഠിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നത് സ്വേച്ഛാധിപതികൾ എന്നോ ഏകാധിപതികൾ എന്നോ ഒക്കെയാണ്. ജനാധിപത്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ശാഠ്യമല്ല അത്. ജനാധിപത്യത്തിൽ വ്യത്യസ്തമായ, വിഭിന്നമായ, പരസ്പര വിരുദ്ധമായ ധാരാളം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കും. എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന ശബ്ദമാകണമെന്നില്ല. അലോസരമുണ്ടാക്കുന്ന ശബ്ദങ്ങളും ഉണ്ടാകും, അലോഹ്യമുണ്ടാക്കുന്ന ശബ്ദങ്ങളും ഉണ്ടാകും. എല്ലാം നമ്മൾ കേൾക്കും. വേണമെങ്കിൽ കേൾക്കാതിരിക്കാം, പക്ഷേ ആ ശബ്ദം പുറപ്പെടുവിക്കുന്നതിനുള്ള അവരൻ്റെ, അന്യൻ്റെ, അയൽക്കാരൻ്റെ അവകാശത്തെ നമ്മൾ ചോദ്യം ചെയ്യാറില്ല. ഒരു പബ്ലിക് നോയിസൻസ് ആകാത്തിടത്തോളം. നിയമത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഭരണഘടനയിലൊക്കെ റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അതിന് വിധേയമായി ആ പബ്ലിക് മൊറാലിറ്റി എന്നൊക്കെ ചില വാക്കുകളൊക്കെ ഉണ്ട്. പബ്ലിക് ഗുഡ്, ആർക്കും എന്തും പറയാം. അത് ഏറ്റവും മനോഹരമായി അത് സംക്ഷിപ്തമായി പറഞ്ഞത് ഫ്രഞ്ച് ഫിലോസഫർ വോൾട്ടയർ ആയിരുന്നു. വോൾട്ടയർ പറഞ്ഞത്, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തോട് എനിക്ക് ഒരു യോജിപ്പുമില്ല, പക്ഷേ അത് പറയുന്നതിനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. അത്ര മനോഹരമായ ഒരു ചിന്തയാണത്. എനിക്ക് യോജിക്കാൻ കഴിയാത്ത, എനിക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ആരും തടയരുത്. അത് പറയുന്നതിനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ ബഹുസ്വരത എന്ന ആശയം ഈ രൂപത്തിൽ ചരിത്രത്തിലൂടെ വികാസം പ്രാപിച്ചു വന്ന ഒന്നാണ്. എല്ലാം ഒന്ന് അല്ലെങ്കിൽ ഒന്ന് മതി എന്ന നിലപാട് അതങ്ങേയറ്റം അപകടകരമായ നിലപാടാണ്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഒരു അപകടം അതാണ്. ഒരു രാജ്യം, ഒരു ദേശീയത, ഒരു മതം, ഒരു ഭാഷ, ഒരു കാർഡ്, അങ്ങനെയെല്ലാം ഒന്നിലേക്ക് ചുരുക്കുമ്പോൾ അവിടെയാണ് ഈ ബഹുസ്വരത ഇല്ലാതെയാകുന്നത്. ബഹുസ്വരത ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം ഒറ്റ ഭാഷയിലേക്ക് മാറുന്നു എന്ന അപകടം മാത്രമല്ല. ഹിന്ദി മാത്രം മതി എന്ന് പറയുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അവർ ഹിന്ദി, ഹിന്ദുത്വം ഇതൊക്കെ ചേർത്ത് വായിക്കുന്നവരാണ്. നമുക്ക് ഭാഷ ഒന്നാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഏത് ഭാഷയിൽ പറയുന്നു എന്നുള്ളതല്ല. നമ്മൾ ബഹുസ്വരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഭാഷകളെയും സ്വീകരിക്കുക എന്നതും ഉണ്ട്, പക്ഷെ അത് മാത്രമല്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുക, അതാണ് ജനാധിപത്യം.
ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന് ഇഷ്ടം തോന്നുന്ന അഭിപ്രായം പ്രകടിപ്പിക്കുക എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഭരണകൂടത്തിന് അസ്വീകാര്യമാകുന്ന, അഹിതം ഉളവാക്കുന്ന അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കപ്പെടാനുള്ളതാണ്. ഇതെല്ലാം പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമുണ്ടാകുമ്പോഴാണ് ഒരു സമൂഹം ബഹുസ്വര സമൂഹമാണ് എന്ന് പറയാൻ കഴിയുക. അപ്പോഴാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്. അവിടെയാണല്ലോ ഈ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നൊക്കെയുള്ള വ്യത്യാസങ്ങൾ എന്തിനാണുള്ളത്? ഒരാൾ മാത്രം ഒരു അഭിപ്രായം പറഞ്ഞാലും ആ അഭിപ്രായത്തിന് സ്വീകാര്യത ഉണ്ടാകണം. ഇപ്പം മഹാഭാരതത്തിൽ ഒരു പ്രസിദ്ധമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു വസ്ത്രാക്ഷേപം നടക്കുന്നുണ്ട്. സ്വന്തം സഹോദരിയെയാണ് ആക്ഷേപിച്ചത്, അപമാനിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ കൗരവ സദസ്സ് ഒന്നടങ്കം, 100 101 പേരുണ്ടല്ലോ, ഒന്നടങ്കം ആ സഹോദരിയെ അപമാനിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയപ്പോൾ ഒരാൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. വികർണൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. പക്ഷേ അതും പറഞ്ഞു, ഇത് ശരിയല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷെ വികർണൻ്റെ അഭിപ്രായം അവിടെ ആരും കേട്ടില്ല, സ്വീകരിക്കപ്പെട്ടില്ല. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. അപ്പോൾ എവിടെയും ഉണ്ടാകും ഈ വികർണന്മാർ ഉണ്ടാകും. വികർണൻ എന്ന പേര് പോലും നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ളതല്ല. കർണനെ നമുക്കറിയാം. അപ്പോൾ വ്യത്യസ്തമായി നിലപാട് സ്വീകരിക്കുകയും വ്യത്യസ്തമായി സംസാരിക്കുകയും ചെയ്യുന്ന വികർണന്മാർ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ന്യൂനപക്ഷമായി നിൽക്കുന്ന ആളെ സംരക്ഷിക്കുക. നമ്മൾ കോടതിയിലും ജുഡീഷ്യൽ പ്രോസസ്സിലും കാണുന്നത് അങ്ങനെയല്ലേ? എപ്പോഴും ഒരു ഡിസെൻഡിങ് ജഡ്ജ് ഉണ്ടാവും. അദ്ദേഹം ഇന്ന് പറയുന്നത് ആ ബെഞ്ചിലെ ഭൂരിപക്ഷം ഇന്ന് സ്വീകരിക്കില്ല, പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ സ്വീകരിക്കും. ഇപ്പോൾ ഭരണഘടനാ നിയമം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ഒരു കേസാണ് AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. നമ്മുടെ സുപ്രീം കോടതിയിലെ ഭരണഘടനാ സംബന്ധമായ ആദ്യത്തെ കേസായിരുന്നു. AK ഗോപാലൻ എന്ന് നമ്മുടെ AKG തന്നെ. 5 ജഡ്ജിമാരാണ് ആ കേസ് കേട്ടത്. 4 പേരും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ AKGയുടെ കരുതൽ തളങ്കിൽ ശരിവെച്ചു. 5ാമത്തെ ജഡ്ജി ജസ്റ്റിസ് ഫസൽ അലി, അദ്ദേഹം അതിനോട് വിയോജിച്ചു, കാരണങ്ങളും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വിയോജിപ്പ് 4 നൂറ്റാണ്ട് കഴിഞ്ഞ് 28 കൊല്ലം കഴിഞ്ഞ മനേകാ ഗാന്ധി കേസിൽ സുപ്രീം കോടതി സ്വീകരിച്ചു. അപ്പോൾ സുപ്രീം കോടതിക്ക് ബോധോദയമൊക്കെ ഉണ്ടായി വരുന്നതിന് കുറച്ച് സമയം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു വിയോജിപ്പ് അത് ആർക്കും മറച്ചു കളയാനോ മായ്ച്ചു കളയാനോ അടിച്ചമർത്താനോ കഴിയാത്ത രീതിയിൽ ജസ്റ്റിസ് ഫസൽ അലിയുടെ ആ വിയോജിപ്പ് അവിടെ നിന്നു. ഒടുവിൽ അതിന് സ്വീകാര്യതയുണ്ടായി. അതിനാണല്ലോ അടിയന്തരാവസ്ഥയിലെ ഹേബിയസ് കോർപ്പസ് കേസിലെ പ്രശ്നവും. അവിടെയും ഒരാൾ വിയോജിച്ചു. വ്യക്തിയുടെ ജീവിക്കുന്നതിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നതിനുള്ള അവകാശം പ്രഘോഷിക്കുന്ന ഒരു വിമതൻ അവിടെ ഉണ്ടായി. അതാണ് ജസ്റ്റിസ് HR ഖന്ന. പക്ഷെ ഖന്ന പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹമായിരുന്നു 2 ദിവസം കഴിയുമ്പോൾ ചീഫ് ജസ്റ്റിസ് ആകേണ്ടിയിരുന്നയാൾ. പക്ഷെ അദ്ദേഹത്തിന് ആ പദവി ഭരണകൂടം നിഷേധിച്ചു. അതുകൊണ്ടെന്താ കാര്യം? ജസ്റ്റിസ് ഖന്നയ്ക്ക് പകരം അന്ന് ചീഫ് ജസ്റ്റിസായി നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിയും പറയില്ല. പക്ഷെ ജസ്റ്റിസ് ഖന്നയുടെ പേര് നിയമവും ഭരണഘടനയും കോടതിയും ഒന്നും അറിയാത്ത സാധാരണക്കാർ പോലും ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അത് പ്രാധാന്യം അതാണ്. അതൊരു ജനാധിപത്യത്തിൻ്റെ മഹത്വം അതാണ്. അവിടെയാണ് ഈ പല സ്വരങ്ങളുണ്ടാവട്ടെ എന്ന് പറയുന്നത്. അവരൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന കാലം വരണമേ എന്നൊക്കെ പലരും പ്രസംഗത്തിലൊക്കെ ഉദ്ധരിക്കാറുണ്ട്. മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്നല്ലേ മാക്സിം ഗോർക്കി പറഞ്ഞത്. ഇതിന് 2500 കൊല്ലം മുമ്പ് ഗ്രീസിൽ ആഥൻസിൽ സോഫോക്ലീസ് അദ്ദേഹം പറഞ്ഞില്ലേ,
ഈ പ്രപഞ്ചം മുഴുവൻ വിസ്മയങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷെ മനുഷ്യനോളം വലിയ വിസ്മയം വേറെയില്ല. എല്ലാവരും ആ മനുഷ്യനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അതിലാണ് മാനവികത എന്ന ആശയം തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഹ്യൂമനിസം. മാനവികതയിൽ ഒന്നും അടച്ച് വയ്ക്കപ്പെടുന്നില്ല, അമർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെ എല്ലാം സ്വതന്ത്രമാണ്. എല്ലാവരും സംസാരിക്കട്ടെ. എല്ലാവർക്കും സംസാരിക്കുന്നതിന് അവസരം നൽകുന്ന ഒന്നാണ് പുതിയ സാങ്കേതിക വിദ്യ. ഇന്റർനെറ്റിൽ അധിഷ്ഠിതമായ പുതിയ സാങ്കേതിക വിദ്യ. നമ്മൾ ഈ ന്യൂ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നില്ല. എല്ലാവർക്കും സംസാരിക്കുന്നതിന് അവസരം നൽകുന്ന ഒന്നാണത്. പണ്ട് ആഥൻസിൽ അങ്ങനെയായിരുന്നു. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആഥൻസിൽ അവിടെ അസംബ്ലി സമ്മേളിച്ചിരുന്നത് ഒരു സ്റ്റേഡിയത്തിലാണ്. എല്ലാവർക്കും സംസാരിക്കാം, ഒരു തടസ്സവുമില്ല. നമുക്ക് അത് മാറി നമ്മളിപ്പോൾ പ്രാതിനിധ്യ ജനാധിപത്യമാണ്. നമുക്കെല്ലാവർക്കും പോയി സംസാരിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും, ഓരോ വ്യക്തിക്കും അവൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് അവസരം നൽകുന്ന ഒന്നാണ് ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത്. അത് ഫേസ്ബുക്ക് ആയാലും ട്വിറ്റർ ആയാലും അങ്ങനെ മറ്റ് പലതുമുണ്ട്. പക്ഷെ അവിടെ നടക്കുന്ന ദുരുപയോഗം, ആർക്കും എന്തുമാകാം എന്നുള്ള രീതിയിലുള്ള അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയില്ല, അതാണ് അവിടെ കാണുന്നത്. ഞാനതിനോട് അധികം കുറ്റപ്പെടുത്താത്തത് അതൊരു പക്ഷെ ഒരു നവമാധ്യമ ചാബല്യം ആയിരിക്കാം. ഇതിൻ്റെ കൗതുകമൊക്കെ തീരുമ്പോൾ ജനങ്ങൾക്ക്, സമൂഹത്തിന് കുറെ കൂടി ഉത്തരവാദിത്വം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രണവും ആവശ്യമുണ്ട്. പക്ഷെ അവിടെയും പോലീസിനെയും നിയമത്തെയും ഉപയോഗിച്ച് പൂർണ്ണമായും അടിച്ചമർത്തുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ അതിനോട് യോജിക്കാത്ത ആളുമാണ് ഞാൻ. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു പുതിയ ലോകം, നവലോകമാണ്. ആ നവലോകം എത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് നമുക്കറിയാം. ഭരണകൂടവും ചെയ്യുന്നത് തന്നെയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ഏതെല്ലാം രീതിയിൽ അടിച്ചമർത്താൻ കഴിയും, എങ്ങനെ വേദി നിഷേധിക്കാൻ കഴിയും, ഇതെല്ലാം ഒന്ന് ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ പ്രവണത, അധികാരം നിലനിർത്തുന്നതിനുള്ള താല്പര്യം, മറ്റൊന്ന് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ. ഇതിനെല്ലാം മാറ്റം വരണം. പണ്ട് ഇല്ലാതിരുന്നത് പോലെ, വോൾട്ടേറുടെ കാലത്ത് ഒന്നും ഇല്ലാതിരുന്ന ഒരു സൗകര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ എടുത്ത് നമുക്ക് പറയാനുള്ളത് പറയുക മാത്രമല്ല, നമ്മുടെ ശബ്ദവും കേൾപ്പിക്കാം. ഒരാളുടെ ഈ ബഹുസ്വരത എന്ന് പറഞ്ഞാൽ സ്വരം, ആ സ്വരം കൂടി നമുക്ക് കേൾപ്പിക്കാം. ഇങ്ങനെയൊക്കെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഉന്നം വയ്ക്കേണ്ടത് ഈ സൈബർ ലോകം കടന്ന് അതിനപ്പുറത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്വർഗം, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പർദീസ, സ്വാതന്ത്ര്യത്തിൻ്റെ നവലോകം, അത് സൃഷ്ടിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. അതുകൊണ്ട് നമുക്ക് പ്രിയങ്കരമായ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ബഹുസ്വരത നിലനിൽക്കണം. ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തി എന്ന നിലയിൽ എല്ലാ ശബ്ദങ്ങളെയും സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. അംഗീകരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. വോൾട്ടയർ പറഞ്ഞതുപോലെ എല്ലാ ശബ്ദങ്ങൾക്കും സുരക്ഷിതത്വം ഒരുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ആ അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെ ഒരു അവസ്ഥ എത്തുമ്പോഴാണ് ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിനെ ഫലപ്രദമായി ചോദ്യം ചെയ്യുന്നതിന്, ബഹുസ്വരത നിലനിൽക്കുന്ന ജനാധിപത്യപരമായ അന്തരീക്ഷവും ലോകവും സൃഷ്ടിക്കുന്നതിന് നമുക്ക് കഴിയുകയുള്ളൂ. ബഹുസ്വരത അപകടകരമായ രീതിയിൽ വെല്ലുവിളികളെ നേരിടുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്ത ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ അമിറ്റി പ്രവർത്തകരെ, പ്രത്യേകിച്ച് അതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ജസ്റ്റിസ് കെ സുകുമാരനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നത് FDCAയുടെ കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറിയും മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്ററുമായ ശ്രീ ഒ അബ്ദുറഹ്മാൻ അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനനായ MP ശ്രീ ശശി തരൂർ, ബഹുമാനനായ
ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ സുഹൃത്തുക്കളെ ആദ്യമായി FDCAയുടെ ഭാഗത്തു നിന്ന് എൻ്റെ ഹാർദമായ അഭിവാദ്യങ്ങൾ. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയാവുന്ന പോലെ 27 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യം 1992 ഡിസംബർ 6-ാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതോടുകൂടി ഇന്ത്യയിൽ വഷളായ സാമുദായിക അന്തരീക്ഷവും സംഘർഷങ്ങളും വർദ്ധിച്ചു വന്നപ്പോൾ അതിനെ സമാധാനത്തിലൂടെ, മൈത്രിയിലൂടെ, സൗഹൃദത്തിലൂടെ എങ്ങനെ പ്രതിരോധിക്കാം, എങ്ങനെ ജാതിപത്യത്തെയും മതനിരപേക്ഷതയും കുറിച്ച ബോധം എല്ലാ വിഭാഗം ജനങ്ങളിലും വളർത്താം എന്ന ചിന്തയിൽ നിന്നാണ് 1993 FDCA ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ എമിറ്റി എന്ന് പറയുന്ന ഈ സംഘടന പ്രഗത്ഭരായ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന് രൂപം നൽകിയത്. ജസ്റ്റിസ് താർകുണ്ഡെ അധ്യക്ഷനായിട്ടുള്ള ഈ FDCA, അതിൽ ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറുണ്ടായിരുന്നു, ജസ്റ്റിനായ ജസ്റ്റിസ് കൃഷ്ണനുണ്ടായിരുന്നു, ഈയിടെ നമ്മോട് വിട പറഞ്ഞ സ്വാമി അഗ്നിവേഷുണ്ടായിരുന്നു. അങ്ങനെ നിരവധി പ്രഗത്ഭരായ ആളുകളുടെ ചിന്തയിൽ നിന്നും അക്ഷീണ യജ്ഞത്തിൽ നിന്നുമാണ് ഈ സംഘടന പിറവിയെടുക്കുന്നത്. പിറവിയെടുത്ത ഉടനെ തന്നെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവിടുത്തെ ജനങ്ങളെ വിളിച്ചുകൂട്ടി, അവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകരെ സംഘടിപ്പിച്ച് നമുക്ക് ഇന്ത്യയെ എങ്ങനെ അതിൻ്റെ ഭരണഘടനാപരമായ അടിസ്ഥാന തത്വങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം എന്ന് അവരെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അതായത് സെക്യുലർ ഡെമോക്രറ്റിക് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ സത്വം, അത് നിലനിർത്താൻ വേണ്ടിയുള്ള നടപടികളും പരിപാടികളുമാണ് ഈ സംഘടന ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പക്ഷേ ഞാൻ പേരെടുത്ത് പറഞ്ഞ പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അവർക്ക് ശേഷം ഈ ദൗത്യം ഏറ്റെടുത്ത് നടത്താൻ വളരെ പേർ മുമ്പോട്ട് വന്നില്ലെന്നോ അല്ലെങ്കിൽ അവരുടെ സൗമനസ്യം തേടാൻ നമുക്ക് കഴിഞ്ഞില്ലെന്നോ പറയാം. ഏതായാലും അത്ര സജീവമായിരുന്നില്ല അടുത്ത കാലം വരെ FDCAയുടെ പ്രവർത്തനം എന്ന് പറയാം. ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കാൻ നമുക്ക് പ്രചോദനമുണ്ടായത് അന്ന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ദുഃഖിച്ച ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അവരുടെ ഇംഗിതവും അവരുടെ താല്പര്യവും എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരിക്കലും അക്രമത്തെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല. അതുപോലെ രണോത്സുക മനസ്സുകളെ അതേ രീതിയിലുള്ള മനസ്സുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല. സമാധാനവും സൗഹൃദവും മൈത്രിയും ആഗ്രഹിക്കുന്ന നല്ലവരായ മനുഷ്യരുടെ കൂട്ടായ യത്നം കൊണ്ട് മാത്രമേ ഇത്തരം അന്തരീക്ഷം ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഒരു ചരിത്ര ദിശാസന്ധിയിലാണ് നിൽക്കുന്നതെന്ന് പറയാം. കാരണം ആദ്യമായി ബാബരി മസ്ജിദിൻ്റെ ഉടമാവകാശ തർക്കത്തെക്കുറിച്ച ആ കേസ്, ഏതാണ്ട് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കേസിൽ അവസാനവുമായിട്ട് സുപ്രീം കോടതി വിധി പറഞ്ഞു. വിധിയിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട വസ്തുത, ഒരു ക്ഷേത്രം പൊളിച്ചുകൊണ്ടാണ് അവിടെ പള്ളി ഉണ്ടാക്കിയെന്നതിന് യാതൊരു തെളിവുമില്ല. 1528 ബാബറുടെ ഗവർണറായ മീർ ബാക്കി അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കിയത് ക്ഷേത്രം പൊളിച്ച എന്ന പ്രചാരണത്തിന് ഒരടിസ്ഥാനവുമില്ല, അതിൻ്റെ രേഖകളില്ല, തെളിവുകളില്ല. രണ്ടാമതായിട്ട് അവിടെ മുസ്ലിങ്ങൾ പ്രാർത്ഥന നടത്തിയിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. 1949 ഡിസംബർ 22 വരെ അവിടെ പ്രാർത്ഥന നടന്നിരുന്നു. പിന്നീടാണ് അവിടെ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടതും അടച്ചുപൂട്ടലും ഒക്കെ ഉണ്ടായത്. എന്തായിരുന്നാലും ശരി, ഇതൊക്കെ ചരിത്ര വസ്തുക്കളായിരിക്കെ തന്നെ, പക്ഷേ ആ പള്ളി പൊളിക്കപ്പെട്ടു. അത് അക്രമപരമായ തെറ്റായ ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. എന്നിട്ടും പക്ഷേ രാജ്യത്തിലെ പൊതുവായ അന്തരീക്ഷം കണക്കിലെടുത്ത് ഭൂരിപക്ഷ സമുദായത്തിന് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നതാണ് ശരി എന്ന വിധിയാണ് വന്നത്. പകരം മുസ്ലിമുകൾക്ക് വേണ്ടി അയോധ്യയിലേക്ക് പുറത്ത് എവിടെയെങ്കിലും 5 ഏക്കർ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുസ്ലിം മനസ്സുകളുടെ വികാരം കോടതി മനസ്സിലാക്കിയിരുന്നു. ആ അർത്ഥത്തിലാണ് അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചത്. കോടതി വിധിയെപ്പറ്റി ധാരാളം അഭിപ്രായങ്ങൾ നടന്ന സ്ഥിതിക്ക് ഞാൻ അതിലെ വിശദാംശങ്ങൾ കിടക്കുന്നില്ല. വീണ്ടും ഇപ്പോൾ ലക്നൌവിലെ CBI കോടതിയിൽ വന്ന ബാബരി മസ്ജിദ് തകർക്കൽ ആ കുറ്റകൃത്യം, അതിൽ പങ്കാളികളായ ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ പേരിലുള്ള കേസ് അത് വിചാരണ ചെയ്തു. അതിൻ്റെ വിധി വന്നു.
ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ച വസ്തുതകളുണ്ട്. ആ വസ്തുതകൾ വളരെ വ്യക്തമായിട്ട് ഈ ക്രിമിനൽ കുറ്റത്തിൽ പലരും പങ്കാളികളാണ്. വളരെ ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് പരിപാടി ഈ തകർക്കൽ. അതൊരിക്കലും ഒരു യാദൃച്ഛിക സംഭവമല്ല. വൈകാരികതയുടെ ഉത്തുംഗത്തിൽ സംഭവിച്ചു പോയ പ്രമുഖമായ ഒരു സംഗതിയല്ല അത്. നേരെ മറിച്ച് വർഷങ്ങളോളമുള്ള പണി, അധ്വാനം, ആസൂത്രണം അതിന് പിന്നിലുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ് ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ട്. നമുക്കറിയാം. ആ കമ്മീഷൻ റിപ്പോർട്ടിനെ അപ്പാടെ നിരാകരിച്ചുകൊണ്ട് വന്നത് തീർച്ചും യാദൃശ്ചികമായി സാമൂഹ്യ വിരുദ്ധരായ ഒരു കൂട്ടം ആളുകൾ. ഒരുപക്ഷെ അവർ പാകിസ്ഥാനിൽ നിന്ന് ഒഴിഞ്ഞു കയറിയവരാവാൻ പോലും സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള ആളുകൾ തകർത്ത് കളഞ്ഞതാണ്. ഇതിൽ ചാർജ് ചെയ്യപ്പെട്ട ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 32 പ്രതികൾക്കും അതിൽ ഒരു പങ്കുമില്ല. നേരെ മറിച്ച് അതിനെ തടയാനും അങ്ങനെ അക്രമം ഇല്ലാതിരിക്കാനുമാണ് ശ്രമിച്ചത് എന്ന് വരെ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. കോടതി പറയുന്നത് പ്രോസിക്യൂഷന് ഈ കുറ്റാരോപണങ്ങളൊന്നും തെളിയിക്കപ്പെടാൻ കഴിഞ്ഞില്ലതാണ്. ആരാ പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ CBI അന്വേഷിച്ചതാണ്. CBIക്ക് തന്നെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. CBI കോടതി തന്നെ. അതേ അവസരത്തിൽ കണ്ടെത്തിയിരിക്കുന്ന വസ്തുതയോ ഈ പ്രകോപനപരമായ അത്യന്തം ഹീനമായ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ഡേ, ഗാന്ധി വധത്തിന് ശേഷമുണ്ടായ ഏറ്റവും ഇരുണ്ട ദിനം എന്ന് ഹിന്ദുവിനെ പോലെയുള്ള മാധ്യമങ്ങൾ അന്ന് തന്നെ വിശേഷിപ്പിച്ച ആ കാര്യമാണ് ഈ പറയുന്നത്. ആ കാര്യം യാദൃശ്ചികമായി സംഭവിച്ചു എന്തുകൊണ്ടോ ബോധി പറഞ്ഞില്ല. നേരെ മറിച്ച് അതിൽ കുറച്ച് സാമൂഹ്യ വിരുദ്ധരാണ് അത് തകർത്ത് കളഞ്ഞത് എന്ന ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നു. രാജ്യത്തെ ചിന്തിക്കുന്ന, മതനിരപേക്ഷതയിലും ഡെമോക്രസിയിലും വിശ്വസിക്കുന്ന, സർവോപരി ജുഡീഷ്യറി സ്വതന്ത്രമായിരിക്കണമെന്നും നിഷ്പക്ഷമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ, ബുദ്ധിജീവികളും അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരുമായ എല്ലാവരും അതിലുണ്ട്. ഉള്ള ആളുകൾ അതിൽ നിരാശ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ലോകാടിസ്ഥാനത്ത് 150 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോക മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്നെല്ലാവർക്കും അറിയാം. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് പല ഏകാധിപത്യ ഭരണകൂടങ്ങളും പല ഫാസിസ്റ്റ് ഭരണകൂടങ്ങളും പൂഴ്ത്തിവെക്കുന്ന അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന വസ്തുതകൾ ലോകത്തിന് മുമ്പാകെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. പലതരത്തിലുള്ള അത്യാചാരങ്ങൾ, മനുഷ്യത്വത്തിൻ്റെതായ അത്യാചാരങ്ങളെ അനാവരണം ചെയ്യുകയാണ് ഈ ആംനസ്റ്റി ചെയ്യുന്നത്. ആ ആംനസ്റ്റിയുടെ പ്രവർത്തനയിൽ ഇന്ത്യയിൽ തടസ്സപ്പെട്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇന്ത്യയിലുള്ള അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു പോലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് മരവിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതിനൊക്കെ അർത്ഥം? മനുഷ്യാവകാശങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങേയറ്റം ഉദാസീനമാണ് എന്നതല്ല, മനുഷ്യാവകാശ പ്രവർത്തനം നടത്തുന്ന സംഘടനകളെ ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു മനോഭാവം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്ന് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന പരിസ്ഥിതിയിൽ തദ്ദേശസ്ഥാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമെങ്കിലും നൽകണ്ടേ? മനുഷ്യർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തെറ്റ് സംഭവിക്കാനുള്ള ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം നൽകണ്ടേ? അതുപോലെ നിഷേധിക്കുന്നത് ഏതിലേക്കാണ് കൊണ്ടുപോവുക? ഇന്ത്യ മഹാരാജ്യത്തിന് ഇങ്ങനെ ഒരു ദുർഗതി വരാമോ? തീർച്ചയായും എല്ലാവരും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങൾ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്, ഭൂരിപക്ഷ സമുദായത്തിലെ തന്നെ ഭൂരിപക്ഷം ആളുകളും ഈ വഴിക്ക് ചിന്തിക്കുന്നവരല്ല. രാജ്യത്ത് സമാധാനവും സൗഹൃദവും മതമൈത്രിയും ഒക്കെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ അസംഘടിതരാണ്. അവരെ പൂർണ്ണമായും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ഇത്തരൊരു സാഹചര്യത്തിലേക്ക്, അതായത് മനുഷ്യാവകാശങ്ങൾ പുലരുന്ന, ആ വിഷയത്തിൽ ജുഡീഷ്യറി പോലും മറിച്ച് ചിന്തിക്കാത്ത, പൂർണ്ണമായും മാനവികതയ്ക്ക് നിലകൊള്ളുന്ന ജുഡീഷ്യറി അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാനുള്ള മഹത്തായ ദൗത്യമാണ് നമ്മളിലെല്ലാം ഓരോരുത്തരും ഇപ്പോൾ അർപ്പിതമായിരിക്കുന്നത്. ഇപ്പോൾ നാം കാണിക്കുന്ന അവഗണന, അനാസ്ഥ അല്ലെങ്കിൽ കൃത്യവിലോപം, ഇതെല്ലാം വലിയ വില അതിന് രാജ്യം നൽകേണ്ടി വരും. ഇക്കാര്യത്തെക്കുറിച്ച് ഓർമ്മിക്കാനും ചിന്തിക്കാനും തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്നതായിരിക്കും ഇന്നത്തെ വെബിനാർ എന്ന് ഞാൻ ന്യായമായും പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ഒ അബ്ദുറഹ്മാൻ. ഇതോടുകൂടി ഈ വർഷത്തെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മെമ്മോറിയൽ ലെക്ചർ അവസാനിക്കുകയാണ്. എല്ലാവർക്കും
നന്ദി.